ഇന്ന് പറയുന്നത് ഫ്ലൂ വാക്സിനെ കുറിച്ചാണ്. ഇൻഫ്ലുവൻസ വാക്സിൻ. എന്താണ് ഇൻഫ്ലുവൻസ വാക്സിൻ, ഏത് അസുഖത്തിനെതിരെയാണ് ഇൻഫ്ലുവൻസ വാക്സിൻ, അതുപോലെ അത് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്, എത്രയാണ് അതിന്റെ ഡോസ് വരുന്നത്, അതുപോലെ എല്ലാ കുട്ടികൾക്കും നൽകേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ഈ പാരന്റിംഗ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. ഇന്ന് നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ എല്ലാ വാക്സിനുകളും ഗവൺമെന്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല. ചില വാക്സിൻസ്, ചുരുക്കം ചില വാക്സിൻസ് നമ്മൾ പ്രൈവറ്റിൽ നിന്ന് എക്സ്ട്രാ എടുക്കേണ്ട വാക്സിൻസ് ഉണ്ട്. അങ്ങനെ എക്സ്ട്രാ എടുക്കേണ്ട വാക്സിനിൽ പെട്ട ഒന്നാണ് ഇൻഫ്ലുവൻസ വാക്സിൻസ്. അപ്പം ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്ന ഈ കുത്തിവയ്പ്പ് ഇൻഫ്ലുവൻസ എ എന്നും ഇൻഫ്ലുവൻസ ബി എന്നും അറിയപ്പെടുന്ന വൈറസുകൾക്കെതിരെ, ആ വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ്. അപ്പൊ എന്താണ് ഇൻഫ്ലുവൻസ എയും ഇൻഫ്ലുവൻസ ബിയും വൈറസ് നമ്മളെ കുട്ടികളിൽ ഉണ്ടാക്കുന്നത്? അതൊരു ഫ്ലൂ ലൈക്ക് ഇൽനെസ് എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു മൂക്കടപ്പ്, ജലദോഷം, തുമ്മല്, പനിയൊക്കെ ഉണ്ടാക്കുന്ന, നമ്മൾ ജലദോഷ പനി പോലെ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഇൻഫ്ലുവൻസ എയും ബിയും. ഒരു കുട്ടികളിൽ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാക്കുന്ന അനേകം വൈറസുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇൻഫ്ലുവൻസ വൈറസ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു വെറും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസിനെതിരെയാണോ നമ്മൾ ഈ വാക്സിനൊക്കെ നൽകുന്നത് എന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ ജലദോഷം ഉണ്ടാക്കുന്ന ഈ വൈറസിനെതിരെ വാക്സിൻ നൽകേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു കുട്ടികളിൽ ജലദോഷം ഉണ്ടാക്കുന്ന അനേകം വൈറസുകൾ ഉണ്ട്, അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇൻഫ്ലുവൻസ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഇൻഫ്ലുവൻസക്ക് മറ്റു വൈറസുകളിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് മറ്റ് സാധാരണപ്പെട്ട് കോമൺ ആയി കാണുന്ന ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകളൊക്കെ കുട്ടിക്ക് മൂക്കൊലിപ്പ്, ജലദോഷം, പനിയൊക്കെ ഉണ്ടാക്കി മൂക്കിൽ മാത്രമാണ് അധികം ഉണ്ടാവുക. പക്ഷേ ഈ ഇൻഫ്ലുവൻസ വാക്സിന് താഴോട്ട് പോയി ശ്വാസകോശത്തിലെത്തി കുട്ടികൾക്ക് ന്യൂമോണിയ പോലത്തെ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഉണ്ടാക്കാറുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് അപ്പർ റെസ്പിറേറ്ററി, ഇവിടുന്ന് ഇങ്ങോട്ട് ലോവർ റെസ്പിറേറ്ററി. അപ്പൊ ശ്വാസകോശത്തിലോട്ട് വരെ എത്തി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ഒരു വൈറസാണ് ഇൻഫ്ലുവൻസ എയും ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസ വൈറസുകൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസക്കെതിരെ മാത്രം ഇത്രയും പ്രാധാന്യത്തോടു കൂടി കുത്തിവയ്പ്പ് നൽകുന്നത്. ഇനി ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഈ കുത്തിവയ്പ്പ് നൽകേണ്ടത്, അല്ലെങ്കിൽ കുത്തിവയ്പ്പിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ കുത്തിവയ്പ്പ് നമുക്ക് 18 വയസ്സ് വരെ ഏത് പ്രായത്തിൽ നൽകാം. 6 മാസം പൂർത്തിയായ അന്ന് തൊട്ട് 18 വയസ്സ് വരെ, ഈ പ്രായത്തിനിടക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുത്തിവയ്പ്പ് നൽകാം. പക്ഷേ പ്രായം അനുസരിച്ച് ഡോസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് 8 വയസ്സിന് താഴെയാണ് പ്രായം എന്നുണ്ടെങ്കിൽ ഈ കുത്തിവയ്പ്പ് എടുക്കേണ്ട വിധം ആദ്യം 2 ഡോസ് 1 മാസം ഇടവേളകളിൽ എടുക്കുക. എന്നിട്ട് വർഷാവർഷം കുത്തിവയ്പ്പ് എടുക്കുക. ഇനി നിങ്ങളുടെ കുട്ടിയുടെ പ്രായം 8 വയസ്സിന് മുകളിൽ, അതായത് 8 പൂർത്തിയായി അതിന് മുകളിലോട്ടാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രായം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വർഷാവർഷം ഓരോ വാക്സിൻ എടുത്താൽ മതി. ഈ 1 മാസം ഇടവിട്ട് 2 ആദ്യം, പിന്നീട് വർഷാവർഷം അത് വേണ്ട, വർഷാവർഷം ഓരോന്ന് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു 9 വയസ്സാ പ്രായം എന്ന് വിചാരിക്കാം. ഇന്നൊരു വാക്സിൻ എടുത്താൽ 10 വയസ്സാകുമ്പോൾ 1, 11 ആകുമ്പോൾ 1, അങ്ങനെ എടുത്ത് പോവാം. അപ്പൊ ഷെഡ്യൂൾ മനസ്സിലായല്ലോ. അപ്പൊ ഷെഡ്യൂളിൽ എന്താ ഓർത്തിരിക്കേണ്ടത്? 6 മാസം പൂർത്തിയായത് തൊട്ട് അതിന്റെ മേലോട്ട് എപ്പോൾ വേണമെങ്കിലും വാക്സിൻ കൊടുക്കാം. 8 വയസ്സിന് താഴെ ഉള്ള ഒരു കുട്ടിക്കാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം 2 ഡോസ്, പിന്നീട് വർഷാവർഷം ബൂസ്റ്റർ. 8 വയസ്സിന് മുകളിലാണെങ്കിൽ വർഷാവർഷം. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം വരും, ഇത് എല്ലാ കുട്ടികൾക്കും നൽകേണ്ടതുണ്ടോ എന്നുള്ളത്. അവിടെ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസ വൈറസുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായി, ഏറ്റവും കൂടുതൽ അസുഖം ബാധിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയാണ്, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വാക്സിൻ കാര്യമായി തീർച്ചയായും പാരന്റ്സ് പരിഗണിക്കുക എന്നാണ് പറയുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കോ? 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ വാക്സിൻ വേണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ 5 വയസ്സിന് മുകളിൽ കുറവാണ്. പക്ഷെ ആർക്കൊക്കെ 5 വയസ്സിന് മുകളിൽ എടുക്കുന്നത് പരിഗണിക്കാം? ഒന്ന്, നിങ്ങളുടെ കുട്ടികൾക്ക് കാര്യമായ മറ്റ് ആരോഗ്യ പ്രശ്നം, ഉദാഹരണത്തിന് സ്ഥിരമായി ആസ്മ വരുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു ഹൃദ്രോഗിയായ കുട്ടിയാണ്, കുട്ടിക്ക് കിഡ്നി രോഗിയായ കുട്ടിയാണ്, ലിവർ ഡിസീസ് ഉള്ള കുട്ടിയാണ്. അപ്പൊ മറ്റു കാര്യമായ അസുഖമുള്ള ഒരു കുട്ടിക്ക് ഈ ഇൻഫ്ലുവൻസ ചിലപ്പം പ്രശ്നക്കാരായി അവരുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, ഈ പറയപ്പെടുന്ന അസുഖങ്ങളുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പരിഗണിച്ചാൽ മതിയാകും.
5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് പരിഗണിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. അപ്പൊ ഇനി അവിടെ ഒരു ചോദ്യം വരും, എന്റെ കുട്ടിക്ക് 5 വയസ്സിന് താഴെയാണ്, ഞാൻ എടുക്കണോ? ഒരു സംശയം വരും, ഏതൊരു പാരന്റിനും ഉണ്ടാകുന്ന സംശയമാണ്. അതിന് നിങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി വരുന്ന ഭാഗം പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2 കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അതിന്റെ പ്രൈസ്. ഇത് ഞാൻ പറഞ്ഞു, ഇത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന വാക്സിൻ അല്ല, അപ്പൊ പ്രൈവറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ വില ഒരു ആവറേജ് ഏകദേശം 1500 2000 ഇടക്ക് ആണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 2000 നമുക്കൊരു ആവറേജ് പിടിക്കാം. അപ്പൊ നിങ്ങൾ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്ക് ആദ്യം 2 അടിക്കണം, ഒരു മാസം ഇടവേളകളിൽ. അപ്പൊ ഒരു 4000 ആയി. പിന്നെ വർഷം അടിക്കണം. അപ്പൊ അവിടെ വില ഒരു പ്രശ്നമാണ്. പക്ഷെ എന്റെ കുട്ടിക്ക് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണ്ടേ? അപ്പൊ ഇത് രണ്ടും കൂടി നിങ്ങൾ കമ്പയർ ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 2 വയസ്സ് 5 വയസ്സിന് താഴെ, പ്രത്യേകിച്ച് 2 വയസ്സിനൊക്കെ താഴെ പ്രായമുള്ള കുട്ടികളിൽ പലപ്പോഴും ഈ ഇൻഫ്ലുവൻസ തുടർച്ചയായി അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അത് ഒരു അക്കാദമിക് ബോഡിയാണ്, കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് അഡ്വൈസ് നൽകുന്ന ഒരു ബോഡിയാണ്. അവർ പറയുന്നത് സാമ്പത്തികമായി പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും, അവർ സാമ്പത്തികത്തിന്റെ കാര്യം പറയുന്നില്ല, അവർ പറയുന്നത് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് കഴിയുന്നത് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആസ് എ ഡോക്ടർ എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് സാമ്പത്തികമായി പറ്റുമെന്നുണ്ടെങ്കിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം പരിഗണിക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. കാരണം ഈ ഒരു അസുഖം കൂടുതലായി വരുന്നത് ജൂൺ ജൂലൈ ആ സമയത്താണ്, മൺസൂൺ സീസണിലാണ്. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് 5 വയസ്സിന് താഴെയാണ് പ്രായം, നിങ്ങൾക്ക് സാമ്പത്തികമായി അത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക എന്നുള്ളത് ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. മറിച്ച് നിങ്ങൾക്ക് അത് എടുക്കാൻ സാമ്പത്തികമായ നിലവിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സാമ്പത്തിക ഞെരുക്കം പോലെ, അല്ലെങ്കിൽ എനിക്കത് വേണം എന്നൊരു സെക്കൻഡ് തോട്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടിക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തുടർച്ചയായി ആസ്മ, തുടർച്ചയായി വലിവ്, തുടർച്ചയായി ജലദോഷം പോലെ വന്ന് അത് ന്യൂമോണിയ ആയി ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവുന്ന കുട്ടിയാണ്, അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അവിടെ സാമ്പത്തികം ഒന്ന് മാറ്റിവെച്ച് കഴിയുന്നതും എടുക്കുന്നത് പരിഗണിക്കുക. മനസ്സിലായല്ലോ? മറിച്ച് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, തുടർച്ചയായി ഇൻഫ്ലുവൻസ പോലത്തെ ലക്ഷണങ്ങൾ വന്ന് തുടർച്ചയായി കുട്ടിക്ക് വലിവും ശ്വാസമുട്ടലൊന്നും വന്ന് അഡ്മിറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് കുട്ടിയല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളിപ്പോ നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല. അത് എന്റെ അഭിപ്രായമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പോലത്തെ ഓതറൈസ്ഡ് ബോഡീസ് പറയുന്നത് 5 വയസ്സിന് താഴെ കഴിയുന്നതും നൽകുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ എപ്പോഴും സാമ്പത്തികവും അതോടൊപ്പം കുട്ടിയുടെ ചികിത്സയുടെ ചെലവും അതോടൊപ്പം അതിന്റെ ബെനിഫിറ്റും എപ്പോഴും തുലനം ചെയ്യണമല്ലോ. അങ്ങനെ തുലനം ചെയ്ത് നിങ്ങളെ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുക എന്നുള്ളത് മാത്രം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പം ആസ് എ പീഡിയാട്രിഷ്യൻ, അതായത് കുട്ടികളെ നോക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളെ കുട്ടിക്ക് ഹൈ റിസ്ക് ഉള്ള ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും പരിഗണിക്കുക. ഇനി സാമ്പത്തികമായി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും പരിഗണിക്കുക. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് പ്രത്യേകിച്ച് വറി ചെയ്യേണ്ടതില്ല. 5 വയസ്സിന് മുകളിൽ എല്ലാ കുട്ടികൾക്കും വേണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ സ്ഥിരമായി ക്രോണിക് ആയിട്ടുള്ള അസുഖമുള്ള കുട്ടികൾക്ക് പരിഗണിച്ചാൽ മതിയാവും. അപ്പൊ എന്റെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പാരന്റ്സിനെ സഹായിക്കുക, അവർക്കൊരു തീരുമാനം എടുക്കാൻ സഹായിക്കുക, അവരെ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടാവും. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പാരന്റ്സിനെ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്.